2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് സന്ധ്യ മേരിയാണ്. 2025 മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് സന്ധ്യ മേരി. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ സൈക്ലോണിൻ്റെ 3ാം പതിപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ സൈക്ലോണിൻ്റെ 3ാം പതിപ്പിൻ്റെ വേദി രാജസ്ഥാനിലെ ബിക്കാനീറിലാണ്. 2024 100 വർഷം പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ സംഘം ഏത്? 2024 100 വർഷം പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സഹകരണ സംഘം ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. 2024 100 വർഷം പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ചോദിക്കുകയാണെങ്കിൽ അത് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘമാണ്. 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 പെർസെപ്ഷൻസ് ഇൻഡെക്സിന് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 96ആണ്. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കും ഏറ്റവും അഴിമതി കൂടിയ രാജ്യം സൗത്ത് സുഡാനുമാണ്. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്, ഏറ്റവും അഴിമതി കൂടിയ രാജ്യം സൗത്ത് സുഡാൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ മെഡൽ നേട്ടം എത്രയാണ്? ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ മെഡൽ നേട്ടം ആകെ 54 മെഡലുകളാണ്. സ്വർണം 13, വെള്ളി 17, വെങ്കലം 24, അങ്ങനെ ആകെ 54 മെഡലുകളാണ് കേരളം നേടിയത്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയും 3ാം സ്ഥാനം ഹരിയാനയുമാണ്. കേരളത്തിന് 14ാം സ്ഥാനമാണ് ഉള്ളത്. 1ാം സ്ഥാനം സർവീസസാണ്. 121 മെഡലുകളായിട്ട് 1ാം സ്ഥാനം സർവീസസിനാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഹരിയാന. കേരളത്തിന് 14ാം സ്ഥാനം. അപ്പോൾ അടുത്ത ദേശീയ ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് മേഘാലയ ആയിരിക്കും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ 3 ഫോർമാറ്റുകളിലും രാജ്യാന്തര സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ 3 ഫോർമാറ്റുകളിലും രാജ്യാന്തര സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ. രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്ത്? രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് സൈക്ലോൺ. രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സൈനിക അഭ്യാസത്തിൻ്റെ പേരാണെന്ത്? സൈക്ലോൺ. താങ്ക് യു.